നമ്മൾ കിച്ചന്റെ മെഷർമെന്റ്സ് ആണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് മെഷർമെന്റ്സ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കിച്ചൺ ആണ് എപ്പോഴും കുറച്ച് മെഷർമെന്റുകൾ എല്ലാവർക്കും തെറ്റിപ്പോകുന്നത്. പല പല പ്രോബ്ലംസും വരുന്നത് കിച്ചണാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കിച്ചന്റെ എപ്പോഴും നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ കട്ട്ലറി, കപ്പ് ആൻഡ് സോസർ, താലി, ഈ മൂന്നെണ്ണം കാണുന്നത് കട്ട്ലറി, കപ്പ് ആൻഡ് സോസർ, താലി എന്നുള്ള ഡ്രോസ് ആയിരിക്കും. മേളിൽ കട്ട്ലറി, സ്പൂണും നൈഫെല്ലാം ഇടാനായിട്ട്, സെക്കൻഡ് കപ്പ് ആൻഡ് സോസർ, കപ്പും സോസസും വെക്കാനായിട്ട്, താഴത്തെ താലി, വലിയ വലിയ പ്ലേറ്റ്സുകൾ, താലി പ്ലേറ്റ്സുകൾ വെക്കാനുള്ള യൂണിറ്റ്. ഇത് മൂന്നും കൂടി ഒരുമിച്ചായിരിക്കും സാധാരണ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇതിന്റെ വിഡ്ത്ത് എപ്പോഴും 60 സെന്റിമീറ്റർ ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെറിയ കിച്ചൺസിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 90 സെന്റിമീറ്റർ. 60 or 90 ആണ് നമുക്ക് ഇതിന്റെ വിഡ്ത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ വെക്കുന്ന ആക്സസറീസ് 60 or 90 ആയിരിക്കും. വയേർഡ് ബാസ്ക്കറ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. വയേർഡ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? വയേർഡ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ബാസ്ക്കറ്റ്സ്, അതായത് വയേഴ്സ് ആയിട്ട് ലെയേഴ്സ് ആയിട്ട് ഇരിക്കുന്ന ബാസ്ക്കറ്റ്. ഇങ്ങനെ ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ വയേർഡ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ളതിന് വിഡ്ത്ത് എപ്പോഴും നമുക്ക് 60യോ അല്ലെങ്കിൽ 90യോ ആയിരിക്കും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആക്സസറീസും വരുന്നത്. അപ്പോൾ ഇതിന്റെ വിഡ്ത്ത് നമ്മൾ എപ്പോഴും നോക്കാൻ നേരത്ത് സ്റ്റാൻഡേർഡ് വിഡ്ത്ത് 60 അല്ലെങ്കിൽ 90. സ്ഥലം കൂടുതലുണ്ടെങ്കിൽ 90 കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ 60 കൊടുക്കാം. റേറ്റ് കൂടും 90 ആകാൻ നേരത്ത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എപ്പോഴും നമ്മൾ കസ്റ്റമറോട് ചോദിച്ചിട്ട് ഏതാണ് കൊടുക്കേണ്ടതെന്ന് നോക്കിയിട്ട് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ ഈ ഒരു യൂണിറ്റിൽ പ്രത്യേകം പ്രശ്നം വരുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇതിന്റെ തൊട്ട് മേളിൽ തന്നെ ആയിരിക്കും എപ്പോഴും സ്റ്റൗ ഉള്ളത്. ഓക്കെ, വുഡ് ആൻഡ് ഹോബ് എപ്പോഴും നമ്മൾ ഇതിന്റെ ഏകദേശം അടുത്തായിട്ടായിരിക്കും വെക്കുന്നത്, ഇതിന്റെ മേളിലായിട്ടായിരിക്കും വെക്കുന്നത്. അപ്പോൾ ഇതിന്റെ അടിവശത്ത് ഈ ഒരു പോർഷനിൽ കട്ട്ലറി ട്രേയും ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ അടിയിൽ എപ്പോഴും ഗ്യാസിന്റെ വയേഴ്സ് അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ബോട്ടം യൂണിറ്റ് പ്രൊജക്ട് ചെയ്ത് നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് വശമെല്ലാം ഇങ്ങനെ തന്നെ കാണിച്ചിട്ട് നമ്മൾ ഉള്ളില്, അതായത് തുറക്കാൻ നേരത്ത് ഈ കട്ട്ലറി ട്രേ തുറക്കാൻ നേരത്ത് നമ്മൾ ഒരു 7 സെന്റിമീറ്റർ ഇവിടെ ഒരു ഫില്ലിംഗ് പീസ് കൊടുക്കും. ഓക്കെ, അതിന്റെ താഴെ മാത്രമേ നമ്മൾ കട്ട്ലറി ട്രേ വെക്കാറുള്ളൂ. ഓക്കെ, 7 സെന്റിമീറ്റർ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ കട്ട്ലറി ട്രേ, അതായത് ഈ വയേർഡ് ബാസ്ക്കറ്റ് അതിൽ പോയി തട്ടാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ വയറിൽ പോയി തട്ടിക്കഴിഞ്ഞാൽ ഇത് കൂടാതെ വരും, അല്ലെങ്കിൽ ആ വയർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കഴിഞ്ഞാൽ ഈ കട്ട്ലറി ട്രേ തുറന്നു വരും. അതൊരു വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രേ പോയിട്ട് അതിന്റെ താഴെ പോയി മുട്ടി തുറന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസൈഡ് ഇവിടെ ഒരു 7 സെന്റിമീറ്ററിന്റെ ഫില്ലിംഗ് പീസ്, ഇവിടെ സാധാരണ ഒരു 18 mm ആയിരിക്കും പോകുന്നത്, അതിന്റെ താഴെയായിട്ട് നമ്മൾ ഒരു 7 സെന്റിമീറ്ററിന്റെ ഫില്ലിംഗ് പീസ് കൊടുക്കും. അപ്പോൾ ഈ കട്ട്ലറി ട്രേ എപ്പോഴും താഴെ ആയിരിക്കും അവർ ഫിറ്റ് ചെയ്യുന്നത്, വർക്കേഴ്സ് ഫിറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് പൂട്ടാൻ നേരത്ത് ഈ 7 സെന്റിമീറ്റർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇതുമ്മേ പോയി തട്ടാതെ നോക്കും. അപ്പൊ അതൊരു മസ്റ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഇത് ചെയ്യാൻ നേരത്ത്. പക്ഷെ ഷട്ടർ കൊടുക്കുമ്പോൾ ഫുൾ ഹൈറ്റ്, ഫേസ് വശം എല്ലാം ഫുൾ ഹൈറ്റ് തന്നെ കൊടുക്കുക. ഉള്ളില് കട്ട്ലറി ട്രേ താത്തി കൊടുക്കണം, മേളിൽ ഒരു 7 സെന്റിമീറ്റർ ഫില്ലിംഗ് പീസ് ഇടണം. ഓക്കെ, ഫ്രണ്ടിൽ മാത്രം. അതാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ഇതിന്റെ വിഡ്ത്ത് 60-90 ഉണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിന്റെ സിലിണ്ടർ ചിലത് കൊടുക്കാറുണ്ട് ചില സമയത്ത്. ഇതിന്റെ നിയർ ബൈ ആയിട്ടായിരിക്കും ഗ്യാസിന്റെ സിലിണ്ടർ, ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ ആയിട്ടായിരിക്കും ഗ്യാസിന്റെ സിലിണ്ടർ കൊടുക്കുന്നത്. ഗ്യാസിന്റെ സിലിണ്ടറിൽ മിനിമം 45 സെന്റിമീറ്റർ ഷട്ടറിന് ഗ്യാപ്പ് ഇത് വേണം, വിഡ്ത്ത് വേണം, അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ കയറത്തില്ല. 45 സെന്റിമീറ്റർ മിനിമം ഷട്ടർ വിഡ്ത്ത് വേണം. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിങ്കിന്റെ അണ്ടറിൽ, ഇതൊരു സിങ്ക് ആണ്, സിങ്കിന്റെ അണ്ടറിൽ നമ്മൾ കൊടുക്കുന്ന 2 ഷട്ടറും എപ്പോഴും നമ്മൾ 55ന് കൊടുക്കാൻ നോക്കുക. ഓക്കെ, ആ വിഡ്ത്ത് അനുസരിച്ച് നമുക്ക് ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ 55ന്റെ ഷട്ടേഴ്സ്, ഒരു ഷട്ടർ 55ഉം മറ്റേ ഷട്ടർ 55ഉം കൊടുക്കുക. 2 ഷട്ടർ ഇങ്ങനെ ഓപ്പണിംഗ് ആയിരിക്കും വരുന്നത്. ഇതിന്റെ ഉള്ളിൽ ഡിറ്റർജന്റ് ഹോൾഡറും ഡസ്റ്റ്ബിന്നും ആയിരിക്കും എപ്പോഴും നമ്മൾ കൊടുക്കുന്നത്. ഡിറ്റർജന്റ് ഹോൾഡറും ഡസ്റ്റ്ബിന്നും കൊടുക്കാറുണ്ട് നമ്മൾ. അപ്പോൾ അത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മളെപ്പോഴും ഈ ഒരു ഡിറ്റർജന്റ് ഹോൾഡറും ഡസ്റ്റ്ബിനും ഇതുപോലെ ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഡസ്റ്റ്ബിൻ ആണിത്, ഇതുപോലെ തന്നെ ഒരു ഡിറ്റർജന്റ് ഹോൾഡറും കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതാണ്, ഇതിവിടെ ഒരു ഡസ്റ്റ്ബിനും ഡിറ്റർജന്റ് ഹോൾഡർ. പല ടൈപ്പിലുള്ള ഡിറ്റർജന്റ് ഹോൾഡറാണ് നമ്മൾ സാധാരണ ഈ ഷട്ടർ മൗണ്ടഡ് ആയിട്ടുള്ള ഡിറ്റർജന്റ് ഹോൾഡറാണ് കൊടുക്കുന്നത്. ഇതുപോലെ കൊടുക്കാറുണ്ട്. അതിന്റെ അപ്പോൾ വിഡ്ത്ത് പറഞ്ഞത് 55 സെന്റിമീറ്റർ ഒരു ഷട്ടറിന്റെ വിട്ടിരിക്കണം. ഓക്കെ, അത് മാക്സിമം അത്രയും കൊടുക്കാൻ പറ്റുമോ നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് സിങ്കിന്റെ ബൗളും കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യാൻ നേരത്ത് അത്രയെങ്കിലും നമ്മൾ വിട്ടിരിക്കണം ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ നേരത്ത്. ഓക്കെ,
പിന്നെ ഉള്ളത് നമ്മൾ ടോപ്പ് യൂണിറ്റ് ആണ്. ടോപ്പ് യൂണിറ്റ് നമ്മളെപ്പോഴും ഹൈറ്റ് എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് 60 ആണ് കൊടുക്കുന്നത്. ഇതിന്റെ പൊക്കം 60 ആണ് കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 70യോ 80യോ 90യോ വരെയൊക്കെ ആക്കാൻ പറ്റും. അത് സ്റ്റാൻഡേർഡ് 60 ആണ് നമ്മൾ കൊടുക്കുന്നത്. വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടാൻ പറ്റും. ഇതിന്റെ മേലോട്ട് നമ്മൾ ലോഫ്റ്റ് ആയിട്ടാണ് ശരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ കിച്ചണിനകത്ത്. ഓക്കെ. പിന്നെ വരുന്നത് ഈ ഒരു GTPT എന്ന് പറയുന്നത് ഗ്ലാസ് ട്രേ, ഡിപ് ട്രേ, പ്ലേറ്റ് ട്രേ, GTPT. അതായത് സിങ്കിൽ നിന്ന് കഴുകിയിട്ട് ഗ്ലാസും പ്ലേറ്റ്സും എല്ലാം നമുക്ക് വെള്ളത്തോട് കൂടി നമ്മളിവിടെ വെക്കാൻ നേരത്ത് വെള്ളം വിറ്റി ഈ ഡിപ് ട്രേയിൽ താഴെ ഒരു ഡിപ് ട്രേ ഉണ്ടാവും, അവിടെ വീഴും. അത് ഡിപ് ട്രേ എടുത്ത് നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയും. ഓക്കെ. അതിനാണ് ഗ്ലാസ് ട്രേ, പ്ലേറ്റ് ട്രേ, ഡിപ് ട്രേ. ഇതിന്റെ വിഡ്ത്ത് വരുന്നതും 60 ആയിരിക്കും, അല്ലെങ്കിൽ 90. ബിക്കോസ് ഇതും വയേർഡ് ബാസ്ക്കറ്റ് തന്നെയാണ്. 60 അല്ലെങ്കിൽ 90. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു മെഷർമെന്റും കൊടുക്കരുത്. 65ഓ 75ഓ ഒന്നും കൊടുക്കരുത്. ബിക്കോസ് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡിൽ നമുക്ക് ഈ സാധനം കിട്ടില്ല കേട്ടോ, ആക്സസറീസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ 60ഓ 90ഓ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. വയേർഡ് ബാസ്ക്കറ്റിന്റെ കേസിൽ എല്ലാം അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു നമ്മുടെ ഒരു സിംഗിൾ പുൾ ഔട്ട് യൂണിറ്റ് ഉണ്ട്. സിംഗിൾ പുൾ ഔട്ട് യൂണിറ്റ് എല്ലാവരും അറിയാമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതുപോലുള്ള ഒരു പുൾ ഔട്ട് ആണ് സിംഗിൾ പുൾ ഔട്ട്. സോറി, ഒരു മിനിറ്റ്. കണ്ടില്ലേ, നമ്മളിങ്ങനെ സിംഗിൾ പുൾ ഔട്ട് എന്ന് പറയുന്നത്. ഈ കട്ട്ലറി ട്രേ, കപ്പ് ആൻഡ് സോസർ താലിയാണ് ഈ കാണുന്നത്. ഇതിന്റെ അരികത്തായിരിക്കും ഈ സിംഗിൾ പുൾ ഔട്ട്. 3 ടയറിന്റെ 2 ടയറിന്റെ ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ. ഈ സിംഗിൾ പുൾ ഔട്ടിന്റെ മെഷർമെന്റ്, സിംഗിൾ പുൾ ഔട്ടിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ കൊടുക്കാം. ഓക്കെ. കട്ട്ലറി, കപ്പ് ആൻഡ് സോസർ താലി അതിന്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ വേണമെങ്കിൽ 2-3 സിംഗിൾ പുൾ ഔട്ട് കൊടുക്കാറുണ്ട് ചില സമയത്തൊക്കെ. നമുക്ക് ഇതിന് 25 സെന്റിമീറ്റർ വിഡ്ത്ത് വേണം. ഓക്കെ. അതാണ് വയേർഡ് ബാസ്ക്കറ്റിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഉള്ളത് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻഡം ബോക്സസ് ചെയ്യും. ടാൻഡം ബോക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം. ടാൻഡം ബോക്സ് എന്താണ്. ഇതിനെയാണ് ടാൻഡം ബോക്സ് എന്ന് വിളിക്കുന്നത് നമ്മൾ. ഓക്കെ. ഇത് വയേർഡ് ബാസ്ക്കറ്റ് അല്ല, ഇതൊരു 2 ചാനൽ പോയിട്ടുള്ള ഒരു ബോക്സ് പോലത്തെ ഒരു ടാൻഡം ബോക്സ് ആണ് ഇത് കൊടുക്കുന്നത്. പല നമ്മൾ കിറ്റിച്ചിന്റെ ആണ് കൂടുതലും ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഇൻലെറ്റ്സ് കൊടുക്കാം. ഇപ്പൊ നമുക്കിത് പ്ലെയിൻ ബാസ്ക്കറ്റ് ആക്കിയിട്ടാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പ്ലെയിൻ ബാസ്ക്കറ്റിന്റെ ആക്സറി കൊടുക്കാം. ഇതിൻ്റെ അകത്ത് കട്ട്ലറി ആക്കണമെന്നുണ്ടെങ്കിൽ കട്ട്ലറി കൊടുക്കാം. കട്ട്ലറിക്ക് സാധാരണ ഹൈറ്റ് ഉണ്ടാവില്ല. പിന്നെ വേറെ ഏതെങ്കിലും യൂണിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് ഇൻലെറ്റ്സ് കയറ്റി വെക്കാൻ പറ്റും. ഓരോരോ ഇൻലെറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കയറ്റി ഉള്ളിലേക്ക് വെക്കാൻ പറ്റും ഈ ടാൻഡം ബോക്സിന്റെ ഉള്ളിൽ. ഓക്കെ. നമുക്ക് ഇങ്ങനെ പാർട്ടീഷൻസ് കൊടുത്ത് ഓരോരോ സെക്ഷൻസ് ആയിട്ട് മാറ്റാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ഈ ടാൻഡം ബോക്സിന്. ഓക്കെ. അപ്പൊ ഈ ടാൻഡം ബോക്സിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് മെഷർമെന്റിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ വയേർഡ് ബാസ്ക്കറ്റ് അല്ല, ഇത് മിക്കവാറും ടാൻഡം ബോക്സ് ആകാനേ പറ്റുള്ളൂ. ബിക്കോസ് ടാൻഡം ബോക്സ് ഇതിന്റെ ഉള്ളിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ മെഷർമെന്റ് നമുക്ക് വലിയ കൺസിഡറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. 60, 90 എന്നുള്ളൊരു കൺസിഡറേഷൻ നമുക്ക് കൊടുക്കണ്ട. നമുക്ക് ഏത് മെഷർമെന്റിലും നമുക്ക് ടാൻഡം ബോക്സ് കൊടുക്കാം. ഓക്കെ. എന്ന് കരുതി ചെറിയ ഇതായിട്ട് കൊടുക്കരുത്. ഒരു 30 ബിലോ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് യൂസ് ഇല്ല. ഓക്കെ. എപ്പോഴും നമുക്ക് വിഡ്ത്ത് കൂടുതലുള്ള ഷട്ടേഴ്സും കാര്യങ്ങളെല്ലാം വരാൻ നേരത്ത് നമുക്ക് എപ്പോഴും ടാൻഡം ബോക്സുകൾ കൊടുക്കുക. ടാൻഡം ബോക്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല യൂസ് എന്ന് വെച്ചാൽ നമുക്ക് വിഡ്ത്ത് ഒരു പ്രോബ്ലമേ അല്ല. 60ഓ 90ഓ 72ഓ 72.5ഓ അങ്ങനെ എന്ത് വേണമെങ്കിലും മെഷർമെന്റ് കൊടുക്കാം. നമുക്ക് ഡിവൈഡ് ചെയ്ത് ഈക്വൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അതാണ് ടാൻഡം ബോക്സിന്റെ യൂസ്. ടാൻഡം ബോക്സിൽ നമുക്ക് ഏത് സാധനം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻലെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഓരോരോ ഇൻലെറ്റ്സിന്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതാണ് ടാൻഡം ബോക്സിന്റെ യൂസ്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഡ്രോയേഴ്സ് ആയിരിക്കും വരുന്നത്. ഷട്ടേഴ്സ് ഒരിക്കലും നമുക്ക് ബോക്സ് ഇതായിട്ട് ടാൻഡം ബോക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഡ്രോയേഴ്സ്, ഇപ്പൊ ഈ ഒരു ഡ്രോയർ വന്നിട്ടുണ്ട്, ഇത് വേണമെങ്കിൽ നമുക്ക് ടാൻഡം ബോക്സ് കൊടുക്കാൻ പറ്റും. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് വയേർഡ് ബാസ്ക്കറ്റ് കൊടുക്കാം. വയേർഡ് ബാസ്ക്കറ്റിന്റെ ലിമിറ്റേഷൻ 60 to 90. ടാൻഡം ബോക്സിന്റെ ലിമിറ്റേഷൻ ഇല്ല. നമുക്ക് എന്ത് മെഷർമെന്റ് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ. അപ്പോ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടോൾ യൂണിറ്റ് വരികയാണെന്ന് വെച്ചോ. ഈ ഒരു ടോൾ യൂണിറ്റിന്റെ മെഷർമെന്റ് എപ്പോഴും നമ്മൾ ഒരു 50 സെന്റിമീറ്റർ കൊടുക്കുക. ബിക്കോസ് അതിൻ്റെ ഉള്ളിൽ ഒരു ടോൾ യൂണിറ്റ് ആക്സറി ഉണ്ട്. ടോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഉണ്ടല്ലേ, ഇങ്ങനെ വരുന്ന ആക്സസറീസ്, അതായത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് പുൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ആക്സസറീസ് ഉള്ളത്. അതിൻ്റെ അപ്പോൾ നമ്മളൊരു 50 സെന്റിമീറ്റർ നമ്മൾ മിനിമം, അല്ലെങ്കിൽ ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന ടൈപ്പ് ടോൾ യൂണിറ്റ്സ് ഉണ്ട്.
ഇതെല്ലാം നമുക്ക് ഒരു 50 സെന്റിമീറ്റർ നിങ്ങൾ ഇത് കൊടുക്കുക. 50 സെന്റിമീറ്റർ കൊടുത്താൽ മാത്രമേ അത് നമുക്ക് 50 അല്ലെങ്കിൽ കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന വേറെ ടൈപ്പ് ആക്സസറീസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു സ്റ്റാൻഡേർഡ് പറയുന്നത് 50 ആണ് കൊടുക്കുന്നത്. ഇങ്ങനെ വരുന്ന ആക്സസറീസ് ഫെറ്റിഷിന്റെയോ എപ്കോന്റെയോ ബ്രാൻഡുകളിലേക്ക് ഉണ്ട്. ഓക്കെ, അതിന് നമ്മളെപ്പോഴും 50 സെന്റിമീറ്റർ കൊടുക്കുക. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ട് എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഹുഡ് ആൻഡ് ഹോബ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കിച്ചന്റെ എപ്പോഴും നമുക്ക് ഹുഡ് ആൻഡ് ഹോബ് ഫിക്സ് ചെയ്യാൻ നേരത്തുള്ള ഒരു പ്രോബ്ലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി, ഫോർ എക്സാമ്പിൾ വെറുതെ ഇത് ഒരു ഹുഡ് ആൻഡ് ഹോബ് ആണെന്ന് വെക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും നമുക്ക് ഹുഡ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 60യുടെ വിഡ്ത്ത് വരാറുണ്ട്, 90യുടെ വിഡ്ത്ത് വരാറുണ്ട്, റെയർ ആയിട്ട് 72ഉം വരാറുണ്ട്. ഓക്കെ, ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചിമ്മിനിയുടെ മോഡലാണ്. ഇതിപ്പോ 90 ആയിരിക്കും. ഇങ്ങനെയൊക്കെ മോഡൽ വരുമ്പോൾ മിക്കവാറും 90 ആയിരിക്കും. ഇതിന് തന്നെ 60യുടെ വരാറുണ്ട്, ചിലത് 72ന്റെ വരാറുണ്ട്. ഇനി ചില പുതിയ ബ്രാൻഡുകളൊക്കെ വരാൻ നേരത്തെ ഇതൊന്നും അല്ലാതെ വേറെ മെഷർമെന്റും വരാം. നമുക്കത് കൺസിഡർ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മളെപ്പോഴും മോഡുലാർ കിച്ചൺ ചെയ്യാൻ നേരത്തെ ഇതിന്റെ ഗ്യാപ്പ് കൊടുക്കാനായിട്ട്, അപ്പൊ നമ്മൾക്ക് ഇതിവിടെ കുഴപ്പമില്ല, ഇത് വിൻഡോ ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. വിൻഡോ വരാത്ത ഏതെങ്കിലും യൂണിറ്റ്സ് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ ഒരു കിച്ചൺ വരാൻ നേരത്ത് കണ്ടോ, ഈ ഒരു കിച്ചൺ വരാൻ നേരത്തെ എപ്പോഴും നമുക്ക് ഇതിന്റെ ഗ്യാപ്പ് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ 60 നമ്മൾ കൊടുത്തിട്ടുള്ളെങ്കിൽ 90യുടെ ചിമ്മിനി കസ്റ്റമർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കയറത്തില്ല, അല്ലെങ്കിൽ 72ന്റെ കൊടുത്താലും ഇവിടെ കയറില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ചിമ്മിനിയാണെന്നുള്ള കസ്റ്റമറോട് ചോദിക്കാം, അതിനനുസരിച്ചുള്ള വിഡ്ത്ത് ഇവിടെ വിട്ടിരിക്കണം. ഓക്കെ, അതിനേക്കാളും ഒരു 5 സെന്റിമീറ്റർ കൂടുതൽ വിട്ടാലും കുഴപ്പമില്ല. കറക്റ്റ് കയറുന്ന രീതിയിൽ 90 തന്നെ പക്കയായിട്ട് കൊടുക്കരുത്, ബിക്കോസ് തട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് 10 സെന്റിമീറ്ററോ 5 സെന്റിമീറ്ററോ ഗ്യാപ്പ് ഒരു സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, 5 സെന്റിമീറ്റർ വിട്ടാൽ മതി. ഇപ്പോൾ 90യുടെ കൊണ്ടുതന്നെയെന്നുണ്ടെങ്കിൽ ഒരു 100 കൊടുത്താൽ മതി, 60യുടെ ആണെങ്കിൽ ഒരു 70 കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ ചിമ്മിനിയുടെ ഇത് കൺസിഡർ ചെയ്തിരിക്കണം. ഓക്കെ, 72ന്റെ ഉണ്ട് റെയർ ആയിട്ട്, 60 or 90 ആണ് സ്റ്റാൻഡേർഡ്സ് എപ്പോഴും വരുന്നത്. ഓക്കെ, അത് കസ്റ്റമറോട് ചോദിക്കണം ഏത് എടുക്കണം എന്നുള്ളത്. നമ്മളാ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആദ്യം കസ്റ്റമർ ചിലപ്പോൾ 60 എന്ന് പറയും. അവര് കടയിലൊക്കെ പോയി നോക്കി കഴിയാൻ നേരത്ത് കുറച്ചും കൂടി കപ്പാസിറ്റി കൂടിയതും ഭംഗിയുള്ളതൊക്കെ 90 ആണെന്ന് പറയും. അപ്പോൾ 90യുടെ കൊണ്ടുവന്ന് വെക്കാൻ നേരത്ത് പ്രോബ്ലം വരും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ കസ്റ്റമറോട് നിങ്ങൾ കൺഫേം ചെയ്യണം ഏത് ചിമ്മിനിയാണ് എടുക്കണമെന്നുള്ളത്. ഓക്കെ, അത് മസ്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ താഴെ അത് തന്നെയാണ് അവസ്ഥ. താഴെ നമുക്ക് സ്റ്റൗവിൻ്റെ അകത്ത് വരുന്നത് 60യുടെ ഉണ്ട്, 72ന്റെ ഉണ്ട്, 90യുടെ ഉണ്ട്. പല പല മോഡൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പല പല മോഡൽസ്, ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മോഡൽ ആണെങ്കിൽ ചിലത് റെക്ടാങ്കുലർ ഷേപ്പിൽ ഇരിക്കുന്ന മോഡൽസ് ഉണ്ട്. ചില മോഡൽസ് നമുക്ക് ഈ അതായത് ഇപ്പൊ ഇത് കണ്ടോ, ഇത് നേരെ ഉള്ളിലേക്കാണ് ഇരിക്കുന്നത്. ഇനി വിഡ്ത്ത് അല്ല കൂടുതൽ, ഇനി ഡെപ്ത് ആണ് കൂടുതൽ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന പല മോഡൽസുകളും നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പൊ കസ്റ്റമർ ഏതാണ് വെക്കണേന്നുള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അതും 60, 72, 90 ആയിരിക്കും വരുന്നത്, ഡിഫറെന്റ് ഷേപ്പിൽ അക്കോർഡിംഗ് ടു ബ്രാൻഡ്. ഓക്കെ, എപ്പോഴും ഹോബ്, അതായത് നമ്മളൊരു ജനറൽ റൂൾ കൺസിഡർ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെക്കാളും വലുതായിരിക്കണം ചിമ്മിനി. ഓക്കെ, സ്റ്റൗവിനെക്കാളും വലുതായിരിക്കണം ചിമ്മിനി എന്നുള്ളതാണ് നമ്മളൊരു കൺസിഡറേഷൻ. അതായത് ഇത് 90യുടെ ആണെങ്കിൽ ഇത് 72 60 ആകാം. ഇത് 60 ആണെന്നുണ്ടെങ്കിൽ ഇതും 60 ആകാം, ഈക്വൽ ആകാം വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാളും വലുതാകാം. പക്ഷെ ഇതിനേക്കാളും ചെറുതാകരുത്. ഇത് സ്റ്റൗ 90യുടെ കൊടുത്തിട്ട് ഇത് ചിമ്മിനി 60യുടെ കൊടുക്കരുത്, ബിക്കോസ് അതിന് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അത് പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത്. അത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങൾ ഒറ്റ റൂള് ആലോചിച്ചാൽ മതി, സ്റ്റൗ വലുത് കൊടുത്തിട്ട് ചിമ്മിനി ചെറുത് കൊടുക്കരുത്. ഓക്കെ, സ്റ്റൗ ഈക്വൽ ആയിരിക്കാൻ എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ ഇത് 90യുടെയും ഇത് 90യുടെ ആയിരുന്നാലും പ്രശ്നമില്ല. പക്ഷെ ഇത് 60 ആയിക്കാൻ എന്നാൽ സ്റ്റൗ കപ്പാസിറ്റി കുറച്ച് വലിക്കാനുള്ള, അതായത് സ്മോക്ക് ഒക്കെ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഫ്ലെയിം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ ആയിരിക്കണം ഈ ചിമ്മിനി. ഓക്കെ, സ്റ്റൗവിനെക്കാളും. ഓക്കെ, പിന്നെ നമ്മൾ കുറെ ആക്സസറീസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, വിൽക്കുന്ന ഇലക്ട്രോണിക് ഐറ്റംസ്.
ഇലക്ട്രോണിക് ഐറ്റംസ് ഫോർ എക്സാമ്പിൾ നമ്മളുടെ മൈക്രോവേവ്, ഡ്രയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് വെക്കാറുണ്ട്. ഇപ്പൊ ഈ മൈക്രോവേവ് ഇതിന് കസ്റ്റമറോട് ചോദിക്കുക ഏത് സാധനമാണ് എടുക്കുന്നതെന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ചുള്ള ഇൻബിൽറ്റ് സാധനങ്ങൾ മാത്രമേ അവിടെ വെക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു കിച്ചൺ, ഇതിൻ്റെ അകത്ത് ഇത് കണ്ടോ, ഇപ്പൊ ഈ വെച്ചിരിക്കുന്ന ഇൻബിൽട്ട് അവനാണ്. ഇതിന്റെ സൈസ് അറിയാതെ നമ്മൾ ഇത് മേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ഏത് ബ്രാൻഡാണ് അതിന്റെ സൈസ് അവരുടെ കട്ടിംഗ് ഡയമെൻഷൻ അവർ തരും. ആ ഡയമെൻഷൻ കബോർഡ് ബിൽട്ട് ഡയമെൻഷൻ തരും. ആ ഡയമെൻഷൻ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് സ്റ്റാൻഡേർഡ് വരുന്നത് 60 ആയിരിക്കും. ചില ബ്രാൻഡുകൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അപ്പോൾ നോക്കണം. ഓക്കെ, പിന്നെ വരുന്നത് ഇതുപോലുള്ള ഡ്രയേഴ്സ്. ഇതുണ്ടോ, ഡ്രയർ എന്ന് വെച്ചാൽ തുണി ഉണക്കാൻ ഉപയോഗിക്കുന്ന ഇത് വാഷിംഗ് മെഷീൻ. അങ്ങനെയുള്ള എല്ലാത്തിനും 60 ആണ് സ്റ്റാൻഡേർഡ്. ചിലപ്പോൾ മാറിയും വരാറുണ്ട്. ഇൻബിൽട്ട് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻബിൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ളിൽ വെക്കുന്നത്. ഇൻബിൽട്ട് അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇവിടെ ഒരു നമ്മൾ ബോക്സ് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് വെക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരാറില്ല. ഇൻബിൽട്ട് ആണെന്നുണ്ടെങ്കിൽ കൃത്യം പക്ക ഫിറ്റിംഗ് വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ അത് കാണാനൊരു വൃത്തികേടാണ്. അത് ഇൻബിൽട്ടിന്റെ പർപ്പസ് പോകും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു കുക്കിംഗ് റേഞ്ച് ആണ്. സാധാരണ വീടുകളിൽ കുക്കിംഗ് റേഞ്ച് അവനെല്ലാം കൂടി വാങ്ങാറുണ്ട്. അപ്പൊ ഇതൊരു കുക്കിംഗ് റേഞ്ച് വാങ്ങുന്നിടത്ത് അതിന് ഇൻബിൽട്ട് ആയിട്ടായിരിക്കുന്നത്. ഇതിന്റെ അരികത്ത് ഗ്യാപ്പ് വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് കബോർഡ് സ്പേസിന്റെ മെഷർമെന്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾ ഇതിന്റെ ഡയമെൻഷൻ അനുസരിച്ച് നോക്കണം. അത് ഓരോ ബ്രാൻഡിനും വ്യത്യാസം ഉണ്ടാവും. സാധാരണ ഇതിൽ 60 75 ഒക്കെ വരാറുണ്ട്. അപ്പൊ അത് നോക്കുക. 90 ഒക്കെ വരാറുണ്ട്. അപ്പൊ നമുക്ക് ഈ കട്ട്ലറിയുടെ ഒക്കെ ഈ ഒരു വിഡ്ത്തും അവിടെ പ്രശ്നമായി മാറും. ഓക്കെ, അപ്പൊ നമ്മൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അത് നിങ്ങളുടെ ലോജിക്കാണ്. അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഇത് കസ്റ്റമറോട് മസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കണം. ഓക്കെ, ഫ്രിഡ്ജ്. ഓക്കെ, ഫ്രിഡ്ജിന് നമുക്ക് ഓരോരോ മെഷർമെന്റുകളുണ്ട്. പല പല ഫ്രിഡ്ജുകളുണ്ട്. നമ്മൾ കിച്ചൺ ചെയ്യാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു ഫ്രിഡ്ജ് നമ്മൾ വെച്ചിരിക്കുന്നതിന് സാധാരണ 65 സെന്റിമീറ്ററിന് വരാറുണ്ട്, 100 സെന്റിമീറ്ററിന് വരാറുണ്ട്, 80യുടെ വരാറുണ്ട്. അങ്ങനെയുള്ള പല ഫ്രിഡ്ജുകളും വരാറുണ്ട്. അപ്പോൾ ഇതും കസ്റ്റമറോട് ചോദിക്കണം ഏത് ഫ്രിഡ്ജാണ് മേടിക്കുന്നത്, അതിന്റെ ലെങ്ത്തും വിഡ്ത്തും ഡയമെൻഷൻ തരാൻ പറയണം. ഓക്കെ ഓക്കെ, ഫ്രിഡ്ജ് അങ്ങനെ കൺസിഡർ ചെയ്യണം. ഡിഷ് വാഷർ കൺസിഡർ ചെയ്യണം. വാഷിംഗ് മെഷീൻ കൺസിഡർ ചെയ്യണം. ഡ്രയർ കൺസിഡർ ചെയ്യണം. ഇങ്ങനെയുള്ള സാധനങ്ങൾ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ കിച്ചൺ വരക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് എവിടെ കൊണ്ടേ വെക്കും എന്നുള്ള കുക്കിംഗ് റേഞ്ച്, ഫോർ എക്സാമ്പിൾ ഈ കുക്കിംഗ് റേഞ്ച് കൺസിഡർ ചെയ്യണം. ഇവിടെ അധികം കാണാറില്ല, എന്നാലും ചില വീടുകളിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ കുക്കിംഗ് റേഞ്ച് നിങ്ങൾ ചോദിച്ച് അതിന്റെ മെഷർമെന്റ് കൺഫേം ചെയ്തിട്ട് മാത്രം അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഓക്കെ, ഫുള്ളായിട്ട് ചിലപ്പോൾ മൈക്രോവേവ് അല്ലെങ്കിൽ ഓവൻ ഇങ്ങനെ വരാറുണ്ട്. രണ്ടെണ്ണമായിട്ട്, മൈക്രോവേവും ഓവനുമായിട്ട്. അതും ഇൻബിൽട്ട് ആണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കൺസിഡർ ചെയ്തിരിക്കണം. ഓക്കെ ഓക്കെ, അപ്പോൾ അതാണ് കിച്ചന്റെ കാര്യത്തിൽ പറയാറുള്ളത്. കിച്ചന്റെ എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈറ്റ് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ഫ്ലോറിൽ നിന്ന് 85 സെന്റിമീറ്റർ ആയിരിക്കും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നത്. 90 വരെ വേണമെങ്കിൽ കൊടുക്കാം. ഇനി അഥവാ കസ്റ്റമേഴ്സ് ഹൈറ്റ് കുറവ് വേണമെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷെ സ്റ്റാൻഡേർഡ് എപ്പോഴും നമ്മൾ 85 സെന്റിമീറ്റർ അല്ലെങ്കിൽ 90 സെന്റിമീറ്റർ കൊടുക്കുന്നത്. 85 ആണ് നമ്മളെപ്പോഴും സ്റ്റാൻഡേർഡ് കൊടുക്കുന്നത്. ഓക്കെ, ഈ വർക്കിംഗ് സ്പേസ് ഇത് നമ്മളെപ്പോഴും 60 ആണ് കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 70 അങ്ങനെ വേണമെങ്കിലൊക്കെ ആക്കണമെങ്കിൽ ആക്കാം. പക്ഷെ ഇത് കൈ എത്തിച്ച് നമുക്ക് ഇവിടെ എടുക്കാനായിട്ട് പറ്റണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്കിംഗ് സ്പേസ്, ഈ ടൈൽ ഒട്ടിക്കുന്ന പോർഷൻ, ഡാഡോ ടൈൽ ഒട്ടിക്കുന്ന പോർഷൻ നമ്മളൊരു 60 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ ഈ കിച്ചണിൻ്റെ അകത്ത് മിനിമം നോക്കണം. ഈ കുക്കിംഗ് റേഞ്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഡ്രയർ, കുക്കിംഗ് റേഞ്ച്, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള സാധനങ്ങൾ ഇതുപോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം കൂടിയുണ്ട്. അത് മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഡ്രയർ ഇവിടെ വരികയാണ് എന്ന് വെച്ചു. ഈ ഒരു ഡ്രയറോ വാഷിംഗ് മെഷീനോ നമ്മൾ ഈ കിച്ചണിൻ്റെ അകത്ത് ഇൻബിൽട്ട് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഹൈറ്റ് നമ്മൾ 92 ഇൻക്ലൂഡിങ് ഗ്രാനൈറ്റ് 92 കൊടുത്തിരിക്കണം. കബോർഡ് സ്പേസ് 90 ആയിരിക്കണം. 90 അതിന്റെ മേളിൽ 2 സെന്റിമീറ്ററിന്റെ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ 4 mm ഗ്രാനൈറ്റ് ആണെങ്കിൽ അത് അത്രയും കൂടി കൺസിഡർ ചെയ്യുക. മിനിമം നിങ്ങൾ കബോർഡ് സ്പേസ് 90 കൊടുത്തിരിക്കണം. ഗ്രാനൈറ്റ് അടക്കം 92 കൊടുത്തിരിക്കണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കയറില്ല. 85 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇൻബിൽട്ട് സാധനം കയറില്ല. മിനിമം 92 ടോട്ടൽ ഹൈറ്റ് നിങ്ങൾ കൊടുത്തിരിക്കണം, ഇൻക്ലൂഡിങ് സ്കേർട്ടിങ്ങും എല്ലാം, കബോർഡ് അടക്കം. കബോർഡിന്റെ ഗ്രാനൈറ്റ് ഒഴികെയുള്ള ഭാഗമാണെങ്കിൽ 90. ഓക്കെ, പിന്നെ ഗ്രാനൈറ്റിന്റെ 2 സെന്റിയും കൂടി വരും. ഓക്കെ, അതാണ് നമ്മളുടെ ഈ ഒരു ഡ്രയർ, വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ അങ്ങനെയുള്ള സാധനങ്ങൾ. ഡിഷ് വാഷറൊക്കെ ഇപ്പൊ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഡിഷ് വാഷർ വരുന്നുണ്ടെങ്കിൽ 90 സെന്റിമീറ്റർ മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം.
ഓക്കെ, ടോട്ടൽ ഹൈറ്റ് അല്ല, 92 സെന്റിമീറ്റർ ഇൻക്ലൂഡിങ് ഗ്രാനൈറ്റ് ആണ്. ഞാൻ ഗ്രാനൈറ്റ് കുറച്ചിട്ടാണ് 90 എന്ന് പറയുന്നത്. 92 തന്നെ കൺസിഡർ ചെയ്തേക്കാം. ഒരു അല്പം കൂടി എന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് വൃത്തികേടാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ ഒരു കൺസിഡറേഷൻ, ഡയമെൻഷൻ എപ്പോഴും കസ്റ്റമറിൽ നിന്ന് മേടിച്ചിട്ട് ചെയ്യണമായിരിക്കും നല്ലത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിച്ചണിൽ മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ ഈ ഗ്രാനൈറ്റിന്റെ തിക്നെസ്സും കാര്യങ്ങളെല്ലാം ഇപ്പൊ ഡബിൾ തിക്നെസ് കൊടുക്കാറുണ്ട് ചില സമയത്ത്. ആ സമയത്ത് നിങ്ങൾ കസ്റ്റമറോട് ചോദിക്കണം, ഡബിൾ തിക്നെസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ഗ്യാപ്പ് ഇടണം. ഇപ്പോൾ ഈ ഒരു സിംഗിൾ ലെയർ ആണ്, ഒരു സിംഗിൾ തിക്നെസ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പം വരാറില്ല. പക്ഷെ ഇതിന്റെ അടിയിൽ ഫ്രണ്ടിൽ മാത്രം ചിലപ്പോൾ ഗ്രാനൈറ്റ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാറുണ്ട് കസ്റ്റമേഴ്സ്. അങ്ങനെ വരാൻ നേരത്തെ ഈ ഷട്ടർ എപ്പോഴും ടച്ച് ചെയ്യും. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്യണം നമ്മൾ ഷട്ടർ വരക്കാൻ നേരത്ത്, എത്ര കബോർഡ് വരക്കാൻ നേരത്ത്. ഓക്കെ, ഇതിന്റെ മേളിലേക്ക് ഇടാൻ പാടുള്ളൂ എന്നുള്ളത് കസ്റ്റമറോട് കൃത്യമായിട്ട് പറയണം. നമ്മളാ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ചെയ്യുള്ളൂ. വേറെ ആരെങ്കിലും ആയിരിക്കും ഗ്രാനൈറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അവരോട് പറയണം കൃത്യമായിട്ട്. ഓക്കെ, പിന്നെ വേറെ ഒരു പ്രോബ്ലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കിച്ചൺ ചെയ്യാൻ നേരത്ത് ചില കോർണർ യൂണിറ്റ്സ് എല്ലാം കോർണറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യും ചില സമയത്ത്. ഇപ്പൊ ഇത് ഈ ഒരു ഹാൻഡിലും തമ്മിൽ നമ്മൾ തുറക്കാൻ നേരത്ത് മുട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു ഡ്രോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡ്രോ ഇവിടെ പുള്ളി ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഡ്രോയുടെ ഈ സൈഡ് ചെന്നിട്ട് ഈ ഹാൻഡിൽ ടച്ച് ചെയ്യും. ഈ ഡ്രോ തുറക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കോമൺ മിസ്റ്റേക്കുകൾ നമ്മൾ പലയിടത്തും ചെയ്യും. ഇപ്പൊ ഫുൾ ഡ്രോ ആണ് ചെയ്തേക്കുന്നത്, ഈ ഡ്രോ ഇവിടെയാണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രോ വലിക്കാൻ പറ്റില്ല, ഇവിടെ ഹാൻഡിൽ ടച്ച് ചെയ്യും. അപ്പോൾ പ്രൊഫൈൽ ഹാൻഡിൽ ആണെങ്കിൽ വലിയ കുഴപ്പം വരില്ല. പക്ഷെ പ്രൊഫൈൽ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫുൾ ലെങ്ത് ഹാൻഡിൽ വരുന്ന കിച്ചൺസ്. കാണിച്ചുതരാം. അങ്ങനെ ഫുൾ ലെങ്ത് ഹാൻഡിൽലെസ് ആയിട്ട് വരുന്ന കിച്ചൺസ്. ഇത് ഹാൻഡിലുള്ള കിച്ചൺസ്. ഇത് കണ്ടോ, ഇത് പ്രൊഫൈൽ ഹാൻഡിലാണ്. ഈ പ്രൊഫൈൽ ഹാൻഡിൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ പ്രൊഫൈൽ ഹാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പ്രൊഫൈൽ ഹാൻഡിലാണ്. ഇത് പ്രൊഫൈൽ ഹാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഫുൾ ലെങ്ത് ഇവിടെ ചെന്ന് ടച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനത്തെ ഹാൻഡിലാണെങ്കിൽ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ തുറക്കാൻ നേരത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുക എന്നുള്ളത് എപ്പോഴും കൺസിഡർ ചെയ്യും. ഈ കിച്ചന്റെ കേസിൽ മാത്രമല്ല, വാട്ടർടോപ്പിന്റെ കേസിലൊക്കെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് കിച്ചണിൽ പറയാനായിട്ട്. പിന്നെ ഇതുണ്ട്, ഇത് ഫ്രീ ലെഡ്ജസ് ആണ്. ഈ ലെഡ്ജസ് ഫ്രീ ആയിട്ട് വരാൻ നേരത്ത് നമ്മളെപ്പോഴും 20 സെന്റിമീറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് കൊടുക്കരുത്. ലെങ്ത്തും എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുക. അധികം ലെങ്ത് കൊടുത്താൽ ഇളകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരുവിധം പിടിച്ചു നിൽക്കാനുള്ള ലെങ്ത് മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ഒരു 1 മീറ്റർ മാക്സിമം കൊടുത്താൽ മതി. അതിൻ്റെ അപ്പുറത്തോട്ട് കൊടുക്കരുത്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇതിന്റെ അടിയിൽ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു 5 സെന്റിയുടെ പെൽമെറ്റ് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ലൈറ്റിംഗ് അവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഡിസൈൻസ് എല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിന്റെ അടിയിലേക്ക് ഇപ്പോൾ ലൈറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈറ്റ് ഒക്കെ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെല്ലാം ഡിസൈൻ ആണ്. അത് നിങ്ങളുടെ ഡിസൈൻ ചെയ്യുന്ന അനുസരിച്ചാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, ഈ ലൈറ്റിംഗ് ഇവിടെ ഒരു ചെറിയൊരു പെൽമെറ്റ് പോയിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഒരു പെൽമെറ്റ് പോയിട്ടുണ്ട്. ആ പെൽമെറ്റിന്റെ ഉള്ളിലാണ് LED സ്ട്രിപ്പ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അവിടുന്ന് ലൈറ്റിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയൊക്കെയാണ് കിച്ചണിൽ നമുക്ക് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ് അല്ലാതെ ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ.